ഹായ് ഗായ്സ്, എന്താ മുഖത്ത് നോക്കണ്ട, ഓയിൽമെൻറ്റ് പുരട്ടിയതാണ് ഞാൻ തന്നെയാട്ടോ ഇത്. പിന്നെ ഇത് എൻ്റെ കൈമിൽ മൈലാഞ്ചിട്ടിക്ക് ഞാനാട്ടത്. എങ്ങനെയുണ്ട് പറയട്ടോ. കുറേ ദിവസം മുന്നുള്ള വീഡിയോ ആട്ടോ അത്. ഇന്ന് നമുക്ക് പ്ലാൻ ചെയ്യുന്നത് കുറച്ച് പഠിക്കാനുണ്ട് ഡിഗ്രീൻ്റെ എക്സാമിന്. കുറേ ഉള്ളത് കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. കുറേ ദിവസം ഉണ്ട് എക്സാമിന്, എന്നാലും നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് നോക്കണം. അപ്പോൾ ഇന്ന് നോക്കുന്നത് ഈ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ. ഇതൊരു ഉച്ചൻ്റെ മുന്നേ ഉള്ള വീഡിയോ കേട്ടോ ഇത്. ഓയിൽമെൻറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഞാൻ നേരെ പഠിക്കാനായിരുന്നു. അപ്പോഴേക്ക് ട്രൈപോഡ് പൊട്ടി. ഇനിയിപ്പോൾ ഒന്ന് വാങ്ങണം. അന്നേരം ഞാൻ വിചാരിച്ചു ഒരു കുപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ പിന്നെ അത് റെഡി ആയില്ല. അങ്ങനെ ഞാൻ കൈവച്ച് തന്നെ എടുത്ത് കുറച്ച്. പിന്നെ നമുക്ക് എത്രയെന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചിരിക്കുക. അങ്ങനെ കുറേ പഠിച്ച് പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാനും ഉമ്മച്ചി ഉള്ളിരി പോവാം. എനിക്ക് ജലദോഷത്തിൻ്റെ ചെറിയൊരു ഇടങ്ങാറുണ്ട്. അതാണ് ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്. പിന്നെ വാപ്പാപ്പ പുതിയ ബോത്തിന് വാങ്ങിയിട്ടാണ് അത് ഇന്ന് വാങ്ങിയിട്ട്. അങ്ങനെ ഞാനും ഉമ്മച്ചിയും പുറപ്പെട്ട്. ഇതെനിക്ക് ബർത്ത്ഡേക്കല്ല ലൈസൻസ് കിട്ടിയിട്ട് സാഹിത്യം വാങ്ങി തന്നൊരു ഡ്രസ്സാട്ടോ അത്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോളെ കണ്ടു. അവിടെ പോയപ്പോൾ ഉള്ളിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടൗൺ ആട്ടോ, ഞങ്ങളെ ഇതിൽ വരുന്ന ടൗണാണ്. ആദ്യത്തെ ഷോപ്പ് പോയപ്പോൾ കുറച്ച് 2-3 ടീഷർട്ട്, മെയിനായിട്ട് പോയത് എനിക്ക് കുറച്ച് ടീഷർട്ട് വാങ്ങാണ്ടിട്ടാണ് വീട്ടിൽ നിന്ന്. ഒരു ടീഷർട്ടും കിട്ടിയില്ല. രണ്ടാമത്തെ ഷോപ്പ് പോയപ്പോൾ ഒരു ടീഷർട്ട് കിട്ടി. പിന്നെ തപ്പല ഉള്ളിലുള്ള എല്ലാ ഷോപ്പിലും പോയി. പിന്നെ ഈ ഒരു ബൊമ്മക്കുട്ടി കണ്ടു. എനിക്ക് ശരിക്കും ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ വേണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഷോപ്പ് പോയി. അവിടെ നിന്നെങ്കിലും കുറച്ച് കിട്ടിയിട്ടോ. 3-4 ഷോപ്പ് കയറിയപ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയത്. ഒരു 3-4 ബനിയൻ, നല്ല ബനിയന് കിട്ടിയത്. ടീഷർട്ടിന് സൈസ് വെക്കുമ്പം നീളമൊക്കെ ഇല്ല, നീളക്കുമ്പോൾ സൈസ് ഒക്കെ ഇല്ല എന്ന് പറഞ്ഞു. അതിൽ അങ്ങനെ നീട്ടി ഞങ്ങൾ രാത്രിയായി. പിന്നെ ഒരു ആയുർവേദ ഷോപ്പ് പോയിട്ടോ. അവിടെ നിന്ന് ഉമ്മച്ചിക്ക് എന്തോ സാധനം വാങ്ങാണ്ടേനും. പിന്നെ ആ പെട്ടിയുള്ള ഈത്തപ്പഴം ഞങ്ങൾ എടുത്തു. പിന്നെ ഞങ്ങൾ ഇത് കഴിക്കാൻ പോയി. ഇത് അങ്ങോട്ട് പാർസൽ എടുത്താട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രീൻ. ഈ ഷോപ്പ് വരുന്നത് ഉള്ളിയേരിക്കും കൊയിലാണ്ടിക്കും പേരാമ്പ്രക്കും പോകുന്ന ആ സെന്ററിലാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ചാവിയൊക്കെ വീണു. പിന്നെ അതൊക്കെ കിട്ടി. പുരയിലെത്തിയപ്പോൾ എന്ത് കൊണ്ടോന്ന് നോക്കണ്ടിട്ട് നിൽക്കുന്ന കേട്ടോ ഈ സാധനം. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.